ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്തുണ്ടല്ലോ ഇത് പുറകിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുറക് വശത്തേക്ക് കയറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാനീ പറയാൻ പോകുന്നത്. എനിക്കൊരു വന്നൊരു കമൻറ്റാണ് കേട്ടോ, എങ്ങനെയാണിതെന്ന്. അപ്പോൾ അവർക്ക് ഞാൻ കമൻറ്റിൽ മറുപടി കൊടുത്തു. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത് കൂടുതലും ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിൽ വരുന്ന കംപ്ലൈൻറ്റാണ്. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ജോയിൻ ചെയ്യുക. അതായത് നമ്മുടെ ഷോൾഡർ പാർട്ടിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്, സ്ലീവിൻ്റെ പാർട്ടുണ്ടല്ലോ, സ്ലീവ് എടുത്ത് നമ്മൾ ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ തന്നെ നമ്മൾ കട്ട് ചെയ്ത് നോച്ചിട്ട് കറക്റ്റിന് തന്നെ നമ്മളത് ജോയിൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലോട്ടാണ് ഇത് ഇറങ്ങുന്നതെങ്കിൽ ഒരു 1/2 ഇഞ്ച് വ്യത്യാസം വന്നാലും ഇത് പുറകിലേക്ക് മറിയും. പുറകിലാണ് 1/2 ഇഞ്ച് കൂടി പോകുന്നതെങ്കിൽ ഇത് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. ഇതാണ്. പിന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് തോനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, വയറ് ഒരുപാട് കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വയറിൻ്റെ ഭാഗം തുണി നമ്മൾ ലൂസിട്ട് കൊടുക്കുമല്ലോ, അപ്പോഴത്തേക്ക് ഇത് ബാക്കിലേക്ക് ഈ തുണി ലൂസ് കുറഞ്ഞ ഭാഗത്തേക്ക് ഇത് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് അവിടെ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് 2 ഡാർട്ട് ഉണ്ടല്ലോ, ഡാർട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ കർവ്, ആ ഒരു പോർഷനിൽ തുണി ലൂസ് വരുന്നതും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണമാണ്. പിന്നെ കഴുത്ത് ഒരുപാടങ്ങ് ഇടുങ്ങിപ്പോയിട്ട് ഉള്ള ഇത് വന്നിട്ട് ഷോൾഡർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും.